നമ്മള് അതിനനുസരിച്ച് നമ്മള് എക്സസൈസ് കുറയ്ക്കണം. ക്ഷീണം അല്ലേ? ഇപ്പൊ എണീച്ച് നിൽക്കാൻ പറ്റുമ്പോ ഒരു സൗകര്യം നമുക്ക് സൗകര്യം ഉണ്ട്. പിന്നെ സന്ധ്യ ആകുമ്പോ വയ്യണ്ടാവൂട്ടാ. അല്ല, ഇതിപ്പോ ഈ എക്സസൈസ് ചെയ്തു, പിന്നെ യാത്ര ചെയ്തു, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കല്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു? 2 കിലോ. ഇപ്പൊ വേദന ഒക്കെ എങ്ങനെയുണ്ട്? വേദന കുറച്ച് കുറവുണ്ട്. വയറിന്റെ അസ്വസ്ഥതയോ? കുറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാലും വേദന കഴിച്ചിരിക്കുന്നു. ഇപ്പൊ എത്ര കൊല്ലം ചികിത്സിച്ചതാ? ഇതിപ്പോ 2007 തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. ഇപ്പൊ 7 കൊല്ലം ചികിത്സിച്ച 10 ദിവസം കൊണ്ട് ഇത്രയും കുറവ് കിട്ടാനാണ് ഇത് ഈ ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞത്. ആ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ഇനി കൊടുത്ത 7 കൊല്ലം കൊണ്ട് കുറയില്ല. അല്ല, അത് ഞാൻ മാറി കാണിച്ചിട്ടുണ്ട്. ആയുർവേദം കൊണ്ടു, കോട്ടക്കല് കൊണ്ടു, പിന്നെ ഹോമിയോ തന്നെ. ഹോമിയോ കാശിന്റെ കുറവായിട്ട് ഹോമിയോ കാണുന്നത്. ഒരു ഗുളിക തരും, 2-3 തരം ഗുളികകൾ തരും, പൊതിമരുന്ന് തരും. പക്ഷെ എനിക്ക് മോഷണമൊക്കെ വളരെ റെഗുലറായിട്ടുണ്ടായിരുന്നു. ഞാൻ റെഗുലറായിട്ട് ജീവിക്കുന്ന ആളാണ്. കറക്റ്റായിട്ട് കിടന്നുറങ്ങും, കറക്റ്റായിട്ട് പ്രയർ ചെയ്യും. ഞാൻ 11 മണിക്ക് 10 തൊട്ട് 11 വരെ പ്രയർ ടൈമാണ്. നേരം മറിച്ചാകണം. 11 മണിക്കെങ്കിലും നമ്മൾ ഉറക്കം വന്നിരിക്കണം. ബോഡിയിലെ സെല്ലൊക്കെ റിപ്പയർ ചെയ്യുന്നപ്പോഴാണ്. നമ്മൾ 9 മണി തുടങ്ങിയിട്ട് 9 മണി അല്ലെങ്കിൽ 3 മണി വരെയാണ് നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്ന സമയം. ആ സമയത്ത് ഉറങ്ങിയാലാണ് നമുക്ക് നല്ല എനർജി ഉണ്ടാവും. നേരത്തെ എനിക്ക് പഠിക്കാം. ബോഡിക്കും ശരീരത്തിനൊക്കെ ബയോളജി ക്ലോക്ക് ഉണ്ട്. അതിൽ ഉറങ്ങേണ്ട ടൈമുണ്ട്, എണീക്കേണ്ട ടൈമുണ്ട്, കുളിക്കേണ്ട ടൈമുണ്ട്, ഭക്ഷണം കഴിക്കേണ്ട ടൈമുണ്ട്, ഒക്കെ ഉണ്ട്. 10 മണിക്ക് എന്തായാലും 10 മണിക്കെങ്കിലും ഉറങ്ങണം. തീർച്ചയായിട്ടും 11 മണി വരെ നമ്മൾ ഇരിക്കാനേ പാടില്ല. എന്നിട്ട് നേരത്തെ എണീറ്റുള്ളൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കഴിഞ്ഞാൽ 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 3 മണിക്ക് എണീറ്റ് അത് വേണമെന്നില്ല. അത് സൂര്യൻ ഉദിക്കുന്നതിന് 3/4 മണിക്കൂർ മുമ്പ് മതി. മറ്റേത് മാഷന്മാർക്കൊക്കെ മതി. നമ്മളെ 3/4 മണിക്കൂർ. അല്ല, ഈ പ്രാർത്ഥന മറ്റേത് സരസ്വതി ഒരു നാടി പോണ്ട്. നമുക്ക് ഈ നാടി ഇരിക്കുന്ന സമയത്താണ് ഇരിക്കാൻ പറയുന്നത്. അതപ്പോ ആക്ടിവിറ്റി